എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കഥ ജൂൺ 14-ന് റിലീസ് ചെയ്യാൻ പോകുന്ന കുഞ്ചാക്കോ ബോബൻ, സുരാജ് വെഞ്ഞാറമൂട് എന്നിവർ പ്രധാന കഥാപാത്രമായി എത്തുന്ന ഗർ എന്ന സിനിമയുടെ കഥയാണ്. റിലീസാകാൻ പോകുന്ന സിനിമയുടെ കഥ എങ്ങനെ പറയുമെന്നാണ് ആലോചിക്കുന്നത്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ട്രെയിലർ ഡീകോഡ് ചെയ്തതിൽ നിന്നും ഒരു കഥയുണ്ടാക്കി പറയുകയാണ്. തിരുവനന്തപുരത്താണ് കഥ നടക്കുന്നത്. റജിമോൻ നാടാർ എന്ന കുഞ്ചാക്കോ ബോബൻ കഥാപാത്രത്തിന് നാട്ടിലൊരു ചെറിയ സംരംഭമൊക്കെയുണ്ട്. ഒരു മിഡിൽ ക്ലാസ്സുകാരനായ റജിമോൻ്റെ കാമുകിയാണ് രചന. റജിമോനും രചനയും സിറ്റിയിലെ പല സ്ഥലങ്ങളിലും കറങ്ങാൻ പോകുമായിരുന്നു. അവരുടെ ഒരു സ്ഥിരം കണ്ടുമുട്ടൽ കേന്ദ്രമായിരുന്നു സൂ. അവിടെ പലതവണ വന്നിട്ടുള്ള റജിമോന് അവിടുത്തെ ദർശൻ എന്ന പേരുള്ള സിംഹത്തിനെ നല്ലപോലെ അറിയാമായിരുന്നു. അങ്ങനെ അവരുടെ ബന്ധം രചനയുടെ അച്ഛനായ ഇരവി അറിയുന്നു. ഇരവി ആ നാട്ടിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണ്. അതുമാത്രമല്ല, വരാൻ പോകുന്ന നിയമം തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുമുണ്ട്. റജിമോനും രചനയും ഭിന്നജാതിക്കാർ ആയതിനാൽ ഇരവി അവരുടെ ബന്ധത്തിനെ എതിർക്കുന്നു. ഇരവി ആളെ ഉപയോഗിച്ച് റജിമോനെ മർദ്ദിക്കുന്നു. മർദ്ദനമേറ്റ് സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്ന റജിമോനെ പിറ്റേന്ന് പകൽ അവിടെ നിന്നും കാണാതാകുന്നു. റജിമോനെ കാണാനില്ലെന്നുള്ള വാർത്ത ആ നാട്ടിൽ പരക്കുന്നു. ഇരവിയുടെ മകളുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ റജിമോനെ ആക്രമിച്ചത് ഇരവിയാണെന്നും അവൻ്റെ തിരോധാനത്തിന് പിന്നിലും ഇരവി തന്നെയാണെന്നും നാട്ടുകാർ പറഞ്ഞു. അതേസമയം തല്ല് കിട്ടിയതിൻ്റെ വിഷമത്തിൽ കള്ളു കുടിച്ച് ബോധമില്ലാതെ ഒരു കൂട്ടുകാരൻ്റെ കൂടെയായിരുന്നു റജിമോൻ. അവൻ വീണ്ടും അഴിച്ച് ഫിറ്റായി സൂവിലേക്ക് എത്തുന്നു. എന്നിട്ട് സിംഹത്തിൻ്റെ കൂട്ടിലേക്ക് ഇറങ്ങുന്നു. അത് കണ്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ബഹളം വെച്ചു. അങ്ങനെ അവിടേക്ക് സൂവിലെ അധികൃതരും സൂപ്പർവൈസറായ ഹരിദാസും എത്തി റജിമോനെ പുറത്തെത്തിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്തെല്ലാം പറഞ്ഞിട്ടും തിരികെ കയറാൻ റജിമോൻ കൂട്ടാക്കുന്നില്ല. ഹരിദാസ് ആണെങ്കിൽ ഭാര്യയെ നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്. ഉച്ചയ്ക്ക് ശേഷം ഭാര്യ മൃദുലയുമായി ഒരു പ്രോഗ്രാമിന് പോകാനുള്ളതാണ്. അങ്ങനെ ഹരിദാസും 2-3 ജോലിക്കാരും കൂടി റജിമോനെ പുറത്തെത്തിക്കാൻ വേണ്ടി അകത്തേക്ക് കടക്കുന്നു. എന്നാൽ അതേസമയം സിംഹം പുറത്തു വരികയും അത് കണ്ട് മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഒടുവിൽ ഹരിദാസും റജിമോനും അകത്ത് പെട്ടുപോകുന്നു. അടിച്ച് കെട്ടിറങ്ങി തുടങ്ങിയപ്പോഴേക്കും റജിമോനും പേടിയായി തുടങ്ങി. അപ്പോഴേക്കും ആ വാർത്ത മാധ്യമങ്ങളെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഫയർഫോഴ്സ്, വന്യജീവി വകുപ്പ് എന്ന് വേണ്ട സകല ടീമുകളും എത്തി തിരുവനന്തപുരം സൂ ഒരു തൃശ്ശൂർ പൂരമായി. ഉള്ളിൽ റജിമോനും ഹരിദാസും സിംഹവും ഒളിച്ചു കളിക്കുകയാണ്. അതിനിടയിൽ ഹരിദാസിൻ്റെ ഫോൺ താഴെ വീഴുകയും ഭാര്യ മൃദുലയുടെ കോൾ വരുന്ന സമയത്ത് സിംഹം അത് പൊട്ടിച്ചു കളയുകയും ചെയ്യുന്നു. സംഗതി വാർത്തയായതോടെ റജിമോൻ്റെ കുടുംബവും ഹരിദാസിൻ്റെ കുടുംബവും കൂട്ടുകാരും നാട്ടുകാരും എല്ലാം അവിടെ എത്തിച്ചേരുന്നു. അതേസമയം മാധ്യമങ്ങൾ റജിമോൻ്റെ പിന്നാമ്പുറം അന്വേഷിച്ച് സംഭവങ്ങളുടെ കാരണക്കാരൻ ഇരവിയാണെന്ന നിഗമനത്തിലെത്തുന്നു. ഇനി റജിമോനെ രക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഇരവിക്കും കൂടി ഉള്ളതാണ്. അങ്ങനെ മറ്റു വഴികളൊന്നുമില്ലാതെ ഇരവി മയക്കുവെടി വിദഗ്ധനായ തമ്പി അവിടെ ഇറക്കുന്നു. അങ്ങനെ തമ്പി എത്തി മയക്കുവെടി വെക്കാൻ നോക്കിയിട്ട് അത് പരാജയപ്പെടുന്നു. ഒടുവിൽ ഇരവി നേരിട്ടെത്തി അവരുടെ ബന്ധത്തിന് സമ്മതമാണെന്ന് അറിയിച്ചു. അങ്ങനെ സിംഹത്തിൻ്റെ ശ്രദ്ധ മാറ്റി റജിമോൻ പുറത്തു വരുന്നു. പിന്നീട് അവരുടെ കല്യാണം ഇരവി നടത്തിക്കൊടുക്കുന്നു. ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ കഥ വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സിനിമ ഒരു ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണെന്ന് ട്രെയിലർ കാണുമ്പോഴേ മനസ്സിലാവും. സിനിമയുടെ യഥാർത്ഥ കഥ എന്താണെന്ന് അറിയാൻ 14-ന് നമുക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മൂവി എക്സ്പ്ലനേഷൻ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.